നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ, മൈത്ര ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം GDMO. റമദാൻ മാസമാണല്ലോ, എല്ലാവരും നോമ്പെടുക്കുന്നതിന്റെ തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ അല്ലേ? ഈ നോമ്പ് കാലത്ത് ഡയബറ്റിക് രോഗികൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് മൈത്ര ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരായ ഡോക്ടർ നസീർ അലി, ഇൻചാർജ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ്, ആൻഡ് ഡോക്ടർ അൽത്താഫ് അലി നൌഷാദ്, സ്പെഷ്യലിസ്റ്റ് ഇൻ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, ഡയബറ്റിക് രോഗികൾ മിക്കവരും നോമ്പെടുക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇവരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിച്ചാൽ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കുന്നത് ആരെയാണ്? ഏത് ഡയബറ്റീസ് ഉള്ള പേഷ്യന്റ് നമുക്ക് ഫസ്റ്റ് ചോദ്യം വരുന്ന നോമ്പിന്റെ സമയത്ത് നോമ്പെടുക്കാൻ സേഫ് ആയിട്ട് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഫസ്റ്റ് വരുന്നുണ്ടാവുക. അങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഡെഫിനറ്റ്ലി നമുക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു വൺ പോളിസി ഫിറ്റ്സ് ഓൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒരു ഇക്വേഷൻ നമുക്കില്ല. എവറി ഇൻഡിവിജ്വൽ പേഷ്യൻ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഉള്ള റിസ്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ലോ റിസ്ക് ആയിട്ടുള്ളതും മീഡിയം റിസ്ക് ആയിട്ടും ഒരു ഹൈ റിസ്ക് ആയിട്ടും എന്നുള്ളൊരു കാറ്റഗറൈസേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസിൽ നമ്മളൊരു സ്ട്രാറ്റിഫിക്കേഷൻ പറയണം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ കൺട്രോൾ ഡയബറ്റീസ് ആണ്. നമുക്ക് അധികം മെഡിസിൻസ് ഇല്ല. ഡയബറ്റീസിൻ്റെ വേറെ കോംപ്ലിക്കേഷൻസോ വേറെ ഓർഗൻ സിസ്റ്റംസോ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ലോ റിസ്ക് കൺസിഡർ ചെയ്യും. അവർക്ക് ഈ ഒത്തിരി ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആണ്. പക്ഷേ അതിനകത്തൊരു ഓവറോൾ നമ്മളൊരു റിസ്ക് കാറ്റഗറൈസേഷൻ നോക്കുമ്പോൾ ഒരു ലോ റിസ്ക്, ഇന്റർമീഡിയറ്റ് റിസ്ക്കും ഹൈ റിസ്ക് ആയിട്ട് പറയും. ഇനി ഇല്ല, അതിൻ്റെ മുകളിലത്തേക്കുള്ള റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയും. അതായത് നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, ഷുഗേഴ്സ് കൺട്രോൾഡ് ആണ്, പക്ഷേ അതിനകത്ത് വേറെ സിസ്റ്റംസ് ഇൻവോൾവ് ആണ്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടാവും, റീസെൻ്റ്ലി പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അങ്ങനത്തെ പേഷ്യൻസ് ഒരു ഇൻ്റർമീഡിയറ്റ് റിസ്ക് കാറ്റഗറിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നെയുള്ള കുറച്ച് പേഷ്യൻസ് നമ്മൾ ഡെഫിനറ്റ്ലി ഹൈ റിസ്ക് ആണ്, അവർക്ക് ഫാസ്റ്റ് ചെയ്യാൻ ജനറലി റെക്കമെൻഡഡ് അല്ല എന്നുള്ളൊരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിക്കാറുള്ളത്. ഈ ഹൈ റിസ്കിലുള്ള പേഷ്യൻസ് യൂഷ്വലി നമ്മൾ ഇതർ ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് വിത്ത് നല്ല റീസെൻറ്റ് കാർഡിയാക് ഹിസ്റ്ററി ആയിട്ട്, അതായത് ഒരു കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എന്തെങ്കിലും കാർഡിയാക് ഇവൻ്റ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ട്, അവർ അതിൻ്റെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉണ്ട്, അത് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ്, എപ്പോഴും നല്ല ലോ ഷുഗേഴ്സിലേക്ക് പോകാനുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് ലോ ഷുഗേഴ്സ് ഉണ്ടാവുന്ന പേഷ്യൻസ്. പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ ഇതും അല്ലാതെ വേറെ റിസ്ക് ഫാക്ടേഴ്സ് കൂടിയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനിലാണ് നമ്മൾ യൂഷ്വലി പറയാം. അപ്പോൾ അതിൽ ഹൈ റിസ്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നോമ്പ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് പറയാം. വേറെ നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് കാറ്റഗറിയിലാണ് പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആയിട്ട് നമ്മൾ നോമ്പ് എടുക്കാമെന്നുള്ളൊരു മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലൊരു ഡിസ്കഷനിൽ നമുക്ക് എഗ്രിമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലി നമുക്കത് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിലാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഡിഫിക്കൽട്ടി നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ, വലിയ മെഡിസിൻസിൽ വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് യൂഷ്വലി സേഫായിട്ട് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിൽ. കൂടുതലും നമ്മൾ ഈ എന്തിനു മുന്നോടിയായിട്ടും ഒരു ഒരുക്കം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഈ റംദാൻ മുന്നോടിയായിട്ട് ഡയബറ്റിക് പേഷ്യൻസ് എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് ചെയ്യേണ്ടത്? മുന്നോടിയായിട്ടുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു 1-2 മാസം മുമ്പേ തുടങ്ങണം ശരിക്കും. അതായത് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ ഇത് രണ്ടും പ്രിവെൻറ്റ് ചെയ്തിട്ട് നല്ല ഗ്ലൈസമിക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റണം നോമ്പിൻ്റെ മുമ്പ് തന്നെ. നല്ല ഗ്ലൈസമിക് കൺട്രോൾ ഉള്ളവർക്ക് നോമ്പ് ജനറലി സേഫറാണ് കമ്പയർഡ് ടു നല്ല കൺട്രോളൊന്നും ഇല്ലാത്തവരെക്കാളും. അതേപോലെ ഇപ്പോൾ ആദ്യത്തെ 2 months ഈ ഹൈപ്പോഗ്ലൈസീമിയ, സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോമ്പെടുക്കുന്നത് ഹൈ റിസ്ക് ആയിരിക്കും. അതേപോലെ സിവിയർ ഹൈപ്പർഗ്ലൈസീമിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കീറ്റോസിഡോസിസ്, അതേപോലെ ഈ ഹൈപ്പറോസ്മോളാർ സ്റ്റേറ്റ് ഒക്കെ ഈ നോമ്പിന് മുമ്പുള്ള 2-3 months വന്നാൽ തന്നെ അവർക്ക് ജനറലി അത് അൺസേഫ് ആണ്, ഹൈ റിസ്ക് ആണ് എന്നാ പറയാം. അപ്പോൾ കുറേ നേരത്തെ തന്നെ ഷുഗർ കൺട്രോൾ തുടങ്ങണം. ചില മെഡിസിൻസ് ചിലപ്പോൾ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് തുടങ്ങേണ്ടി വരും. പിന്നെ ഈ ചില ഡ്രഗ്സ് ഉണ്ട്, SGLT2 ഇൻഹിബിറ്റേഴ്സും GLP അനലോഗ്സും ഒക്കെ, അതൊക്കെ നമ്മൾ തുടങ്ങാനുള്ളതാണെങ്കിൽ ഒരു 2 months എങ്കിലും മുമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ നോമ്പിൻ്റെ തൊട്ട് മുമ്പോ നോമ്പിൻ്റെ സമയത്തോ ചില മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറലി ഒരുക്കം കുറേ മുമ്പ് ഒരു 2 months എങ്കിലും മുമ്പേ സ്റ്റാർട്ട് ചെയ്യണം ഗ്ലൈസമിക് കൺട്രോളും ഡ്രഗ്സ് അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ.
അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരുന്നുകളുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും ആളുകൾ, ചിലർ ഗുളികകൾ ഉപയോഗിക്കുന്നവരുണ്ട്, ഇൻസുലിൻ ഉപയോഗിക്കുന്നവരുണ്ട്, പല ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണല്ലോ ഇതെല്ലാം തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഗുളികളുടെ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യുക ഈ ഒരു സമയത്ത്? യൂഷ്വലി ജനറലി നമ്മൾ മെഡിസിൻസ് എടുക്കുമ്പോൾ നമ്മൾ രാവിലെ നോമ്പ് നോക്കുമ്പോൾ അത്താഴം കഴിച്ച് കഴിഞ്ഞാലുള്ള ഒരു നെക്സ്റ്റ് ഒരു 6 to 10 hours എന്തായാലും ഫാസ്റ്റിംഗിലായിരിക്കും. ആ സമയത്ത് നമ്മൾ സ്റ്റേഡിലി നമ്മൾ രാവിലെ കഴിച്ചിരുന്ന ആ അത്താഴത്തിൽ കഴിച്ചിരുന്ന ഷുഗർ പതുക്കെ കുറഞ്ഞ് വരും. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഗ്ലൂക്കോസ് ഒരു സേഫ് മാർജിനിൽ നമ്മൾ ട്രഡീഷണലി നമ്മൾ നോമ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഗ്ലൂക്കോസ് റെഗുലേറ്റ് ചെയ്യുന്ന അത്ര ടൈറ്റ് അല്ലെങ്കിലും കുറച്ച് ലൂസ്ലി നമ്മൾ ലോ ഷുഗർ ഭയങ്കരമായിട്ട് ഇല്ലാത്ത രീതിയിലാക്കാൻ വേണ്ടി മെഡിസിൻസ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യണം. ഐഡിയലി ഇത് നമ്മളൊരു നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു മാസത്തിനകത്ത് എപ്പോഴെങ്കിലും ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻ എങ്ങനെ മാറ്റേണ്ടതെന്നുള്ള നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിപ്പെൻസ് എന്ത് മെഡിസിനാണ് എടുക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് മെഡിസിൻ ആണ്. ഇൻസുലിൻ എടുക്കുന്നുണ്ടോ, ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മാറ്റണോ ഇൻസുലിന്, എന്ത് ഇൻസുലിനാണ്, അതിൻ്റെ ഡോസ് എങ്ങനെ കുറയ്ക്കണം, ഏത് സമയത്ത് ഏത് ഇതാക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഭയങ്കര ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ അവർക്ക് ബെസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാം, ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നോമ്പെടുത്ത് പോകാനുള്ള രീതിയിൽ ആക്കി കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് അതിൽ കാണുന്ന മുമ്പ് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലി ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. പക്ഷേ സേഫായിട്ടും മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് മെയിൻ പ്രൈമറി ആയിട്ടുള്ള ഒരു ഇത്. നോമ്പിൻ്റെ മുന്നേ ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു പ്ലാന്, ഒരു കോമൺ ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റിൽ എങ്ങനെയാണ് മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നൊരു പ്ലാൻ എന്തായാലും. ഈ ഇൻസുലിൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പം അതൊരിക്കലും സേഫ് അല്ലല്ലോ. അത്രയും നാൾ അത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇൻസുലിൻ നിർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും വരുന്നതല്ലേ? ഡെഫിനറ്റ്ലി അത് അഡ്വൈസബിൾ അല്ല. ആക്ച്വലി ഇൻസുലിൻ എടുക്കുന്നവരും അതേപോലെ ഈ സൾഫൻലിയൂറിയ ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് എടുക്കുന്നവരും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ച് അതിലെങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ കാണാം ആ സമയമാകുമ്പോൾ അവർ ഇൻസുലിൻ അങ്ങ് നിർത്തും, എന്നിട്ട് അങ്ങ് നോമ്പെടുക്കും. ഈ ഹൈപ്പോഗ്ലൈസീമിയ മാത്രമല്ല, ഹൈപ്പർഗ്ലൈസീമിയം വരും. നോമ്പ് കഴിയുമ്പോഴേക്കും ഷുഗർ എല്ലാം മോശമായിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു മാസം കൊണ്ട് തന്നെ ബാക്കി കോംപ്ലിക്കേഷൻസും ചിലപ്പോൾ വന്നു തുടങ്ങും. അപ്പം അങ്ങനെ ഇൻസുലിൻ ബ്ലൈൻഡായിട്ട് സ്കിപ്പ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. ഇപ്പോൾ രാവിലത്തെ ഡോസ് കുറയ്ക്കേണ്ടി വരും, നൈറ്റിലെ ഡോസ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ അതിന് കുറച്ച് ഇക്വേഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ ആ പ്രിവലന്റ് ഗ്ലൈസമിക് കൺട്രോൾ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് അപ്പോഴത്തെ ഇൻസുലിൻ റെജിമിൻ എങ്ങനെയാണെന്നുള്ളതനുസരിച്ച് നോമ്പിന് ആ സമയത്ത് കുറച്ച് മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ അത് എന്തായാലും നോമ്പിൻ്റെ മുമ്പേ ചെക്കപ്പും അതേപോലെ ട്രീറ്റിംഗ് ഡോക്ടറെ കണ്ടിട്ട് അതിൽ അഡ്ജസ്റ്റ്മെന്റും നോമ്പ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഒരു ധാരണ തീർച്ചയായിട്ടും കൺസൾട്ടന്റ് ഡോക്ടറെ കണ്ടിരിക്കണം. ഡെഫിനറ്റ്ലി. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നീട് അറിയേണ്ട കാര്യങ്ങൾ ഈ ലക്ഷണങ്ങളാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് കുറയുമ്പോഴും അതിയായി കൂടുന്നതും പ്രശ്നമാണല്ലോ. അപ്പം ഒരുവിധം പല വർഷങ്ങളായി നോമ്പെടുക്കുന്ന ഡയബറ്റിക് രോഗികളുണ്ട്. അവർക്ക് ഇതൊക്കെ ഒരുവിധം അറിയായിരിക്കും. പക്ഷേ പുതുതായി ഡയബറ്റീസ് കണ്ടുപിടിച്ചവരുണ്ട്, അവർക്കധികം അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ലക്ഷണങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ സർ? ഡെഫിനറ്റ്ലി നമുക്ക് ഹൈ ഷുഗേഴ്സും ലോ ഷുഗേഴ്സും നമ്മൾ പരമാവധി ഒരു അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു നോമ്പിന് മുന്നേ അത്രയും സ്ട്രെയിനേഴ്സ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ നോമ്പിൻ്റെ സമയത്ത് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ നോക്കുക. ജനറലി നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നോമ്പ് തുറക്കുന്ന സമയം വരെയുള്ള ഷുഗേഴ്സ് ഒരു 70 താഴെ ഗ്ലൂക്കോസ് നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ നോക്കുമ്പോൾ 70 താഴെ പോവാതെ ഹൈ ഷുഗറിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300 മേലെ പോവാതെയും ആ ഒരു റേഞ്ചിൽ കൺട്രോൾ ചെയ്ത് പോവാം. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്, പക്ഷേ കുറച്ചും കൂടെ സേഫറാണ്. അങ്ങനെ നമ്മൾ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യണത്, നമ്മൾ ഫാസ്റ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് മോണിറ്റർ ചെയ്യണത് നമ്മൾ നോമ്പ് ബ്രേക്ക് ആവുന്ന രീതിയിൽ ഒന്നും ഉള്ള നമുക്ക് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണതാണ് നല്ലത് എപ്പോഴും. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ വെച്ച് നമ്മൾ വീട്ടിൽ ഷുഗർ നോക്കണതിൽ തെറ്റൊന്നുമില്ല. അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് നോക്കണേ, സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യൂഷ്വലി 70 താഴെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആവാൻ തുടങ്ങും. ഹൈപ്പോഗ്ലൈസീമിയുടെ സിംറ്റംസ് നമ്മൾ കോമൺലി കാണുന്ന സിംറ്റംസ് നമുക്ക് വന്നു തുടങ്ങും. വിറയൽ, നന്നായിട്ട് ഉഷ്ണിക്കുക, ഭയങ്കരമായിട്ട് വിഷമം തോന്നുക, ടയർഡാവുക. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് 70 താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ്വൈസ്. പിന്നെ 300 മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ കോംപ്ലിക്കേഷൻസോ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് മറ്റേ ഓർഗൻസിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഇതിൽ കൺസിസ്റ്റൻ്റ്ലി ഭയങ്കര ഹൈ ഷുഗേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും അതും നമുക്ക് ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷനാണ്. സാധാരണ നമ്മൾ പുതിയൊരു മരുന്ന്
ഒരു ഡയബറ്റിക് മരുന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യാറുണ്ട് ഒരു ബ്ലഡ് ഷുഗർ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴേ നമ്മൾക്ക് ആ ഒരു വ്യതിയാനങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവരങ്ങനെ ഒന്ന് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കില്ലേ? പ്രത്യേകിച്ചും ഇൻസുലിൻ ഇൻസുലിന് പ്രത്യേകിച്ചും ഡെഫിനറ്റ്ലി നോമ്പിനും എത്ര കൂടുതൽ സമയം ടെസ്റ്റ് ചെയ്യുന്നത്, ഫിംഗർ പ്രിക്കും ഗ്ലൂക്കോമീറ്റർ ഷുഗേഴ്സ് നോക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല സേഫായിട്ട് അയാൾക്ക് ഫുൾ മന്ത് നോമ്പെടുക്കാൻ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ബ്ലൈൻഡായിട്ട് നമ്മൾ ഇൻസുലിൻ എടുക്കുക നോമ്പെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കുറേ റിസ്ക് ഉണ്ട് അതിനകത്ത്. ഹൈപ്പർഗ്ലൈസീമിയും രണ്ടു വഴിക്കും പോകാമല്ലോ. ഇപ്പോൾ 70യുടെ താഴെയും 300യുടെ മേലെയും ഒക്കെ പോകാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം മോണിറ്റർ ചെയ്ത് ഷുഗർ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ദിവസങ്ങളിൽ അതനുസരിച്ച് വീണ്ടും മേ ബി ഈ ട്രീറ്റിംഗ് ഡോക്ടർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ എപ്പോഴും ഇൻസുലിൻ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഷുഗേഴ്സ് ചെക്ക് ചെയ്ത് ഏത് ലെവലിൽ ഇരിക്കണോ എന്നുള്ള അറിഞ്ഞു വരിക്കുന്നത് നല്ലതാണ്. മൾട്ടിപ്പിൾ ഡേ ടൈമിലും നൈറ്റിലും എല്ലാം ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്, അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണക്രമങ്ങളിലേക്ക് വരാം. അത്താഴം, ആദ്യം അത്താഴം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത്താഴത്തിലെ ആഹാരക്രമങ്ങൾക്കനുസരിച്ചാണ് ആ ഒരു ഫാസ്റ്റിംഗ് ദിവസം മുഴുവൻ എനർജിയുടെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അത്താഴത്തിന് നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? നമ്മൾ യൂഷ്വലി നോമ്പിന് സമയത്ത് ഭയങ്കര ഈ ഹൈ ഫ്ലക്ച്വേറ്റിംഗ് ഷുഗേഴ്സ് നമ്മളെ അവോയ്ഡ് ചെയ്യാനാണ് പ്രൈമറിലി നോക്കുക. അതായത് നമ്മൾ ഭയങ്കര ഹൈ ഷുഗേഴ്സിലോട്ട് പോകുന്നതും ഷുഗർ ലോ ആയിരിക്കാതെ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ കഴിക്കണ അത്താഴം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കാർബ്സ് അല്ലെങ്കിൽ നമുക്ക് ഈ ഷുഗേഴ്സ്, സിമ്പിൾ ഷുഗേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ആ സമയം. കുറേ നേരം ഫുഡ് ബോഡിയിൽ നിൽക്കുന്ന പതുക്കെ ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന ഫുഡ് ത്രൂ ഔട്ട് ഫാസ്റ്റിങ് നമ്മൾ പതുക്കെ ഷുഗർ അതിന് ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡിലോട്ട് കയറുന്ന രീതി, അങ്ങനത്തെ ടൈപ്പ് ഫുഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ കാർബ്സ് ആയിട്ടുള്ള ജ്യൂസ്, പിന്നെ ബ്രെഡ്, ബണ്ണ്, റസ്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രോബ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ ബോഡിയിൽ ഫൈബറായിട്ട് നിന്ന് പതുക്കെ ഡൈജസ്റ്റ് ചെയ്ത് പോകുന്ന ഫുഡ്, നാരുള്ള ഭക്ഷണങ്ങൾ, പ്രോട്ടീനുള്ള ഫുഡ്സ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറുധാന്യങ്ങളൊക്കെ ഈ മില്ലറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും. ചാമ, തിന, അങ്ങനത്തെ എന്തെങ്കിലും മില്ലറ്റ്സ് നോക്കിയിട്ട് അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മൾ എടുക്കാം. നമ്മളിപ്പോൾ അതിനകത്ത് വോളിയം കൺട്രോൾ ചെയ്യാനല്ല, പക്ഷേ നമുക്ക് എത്ര സിമ്പിൾ കാർബ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, എത്ര കോംപ്ലക്സ് കാർബ്സ് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി. അത് പിന്നെ വൈകുന്നേരം എത്തുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഫാസ്റ്റിങ്ങിൻ്റെ സമയം ഒരു ഇത്രയും ഹവേഴ്സ്, 10 hours 16 hours ഒക്കെ ഫാസ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ കുറച്ച് കാർബ്സ് വേണ്ടി വരും. അപ്പോൾ സാധാരണ നമ്മൾ ട്രഡീഷണലി നോമ്പ് തുറക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ടും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങയെല്ലാം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് പഞ്ചസാര ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഫുഡ് ബാക്കിയുള്ള നമ്മൾ ടെൻഡൻസി പൊതുവെ നമുക്ക് ഭയങ്കരമായിട്ട് ഫുഡിൻ്റെ കൺട്രോൾ ഇച്ചിരി ട്രഡീഷണലി മോശമാണ് ഈവനിങ് ടൈമിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹൈ കാർബ്സ് ഉള്ള ഈ ആഹാരങ്ങളൊക്കെ കുറേ പോകും. അല്ലാത്ത നമ്മൾ ടൈപ്പ് ഈ രാവിലെ പറഞ്ഞ പോലത്തെ ഇതേപോലെ തന്നെ ഫ്രൂട്ട്സ്, ജ്യൂസസ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫുഡ്സ് എല്ലാം ബാക്കി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പം. ഈ ചായ, കാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സമയത്ത് ഉപയോഗിക്കുന്നതിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട്? ഈ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത് കഫീനും കുറയ്ക്കുന്നതാണ്. ടു മച്ച് ഓഫ് ടീ ആൻഡ് കോഫി ഈസ് നോട്ട് അഡ്വൈസ്ഡ്. സ്ഥിരമായി ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സർ? ഞാൻ എപ്പോഴും പേഷ്യൻസിനെ ഡിസ്കറേജ് ചെയ്യാറ് ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രഷ് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ ആണെങ്കിൽ പോലും അത് ഡിസ്കറേജ് ചെയ്യാനാണ് പൊതുവേ ചെയ്യാറ്. ഫ്രൂട്ട്സ് ഒരു ക്വാണ്ടിറ്റി ക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാം ഏകദേശം കഴിക്കാവുന്നതാണ്. വി ഹാവ് ടു ക്യാപ് ദ ക്വാണ്ടിറ്റി. പിന്നെ ഫ്രൂട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നോമ്പ് കഴിയുമ്പോഴേക്ക്, പെരുന്നാളാകുമ്പോഴേക്ക് ഷുഗർ കൂടി ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയിൽ വരും. അപ്പോൾ ഓൾ ഫ്രൂട്ട്സ് ആർ ഓക്കെ, ബട്ട് ഓൾ ഓഫ് ദം ഹാവ് ഷുഗേഴ്സ്. ക്വാണ്ടിറ്റി ക്യാപ്പ് ചെയ്തിട്ട് എല്ലാം കഴിക്കാം. പക്ഷെ ഫ്രൂട്ട് ജ്യൂസ് എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടത്. ഇഫ്താർ, നോമ്പുതുറ അതുപോലെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ചിലരുണ്ട്, സാറ് പറഞ്ഞ പോലെ ഒരു സമയം എല്ലാ ഭക്ഷണവും കൂടെ ഒരുമിച്ച് കഴിക്കുന്നവരുണ്ട്. ചിലർ ആദ്യം ഒരു ചെറുതായിട്ട് നോമ്പ് തുറക്കും, പിന്നെ അടുത്തത് അങ്ങനെയാണല്ലോ. അപ്പം ഡയബറ്റിക് രോഗികളോട് നമ്മൾ എന്താണ്? ഡയബറ്റീസിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനറലി ഷുഗേഴ്സ് എല്ലാ സമയത്തും നല്ല കൺട്രോൾ ആയിരിക്കും പൊതുവേ. പക്ഷേ ഈ ഇഫ്താറിൻ്റെ സമയത്ത് ഒരു ഭയങ്കര സ്പൈക്ക് ആയിരിക്കും, ഷുഗർ അങ്ങ് കുത്തനെ കൂടും.
കൂടിയിട്ട് പിന്നെ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ കുറയുമായിരിക്കും. ഈ ബിഞ്ച് ഈറ്റിംഗ് ആണ്. ആ ഇഫ്താറിന് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഭയങ്കര ഹൈ കാലറി, ഷുഗേഴ്സ്, ദെൻ കാഫിനേറ്റഡ് ഡ്രിങ്ക്സ്, പിന്നെ അതിൻ്റെ കൂടെ ഈ ഫ്രൈഡ് ഐറ്റംസ്, ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും ഭയങ്കര ഹൈ കാലറി ആ സമയത്ത് ഒന്നിച്ച് കഴിക്കും. അത് ഭയങ്കര മോശം. അത് അവോയ്ഡ് ചെയ്യണം ശരിക്കും. അത് ശരിക്കും മേജർ 2 മീൽസും പിന്നെ ഇൻ ബിറ്റ്വീൻ 2 or 3 സ്നാക്സും അങ്ങനെയാണ് എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റി കുറയ്ക്കുക, എന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഉള്ള ഒരു ഒന്നിച്ചൊരു വലിയ ഇഫ്താർ കഴിക്കുന്ന അത്ര അഡ്വൈസബിൾ അല്ല. നോമ്പെടുക്കുന്ന എല്ലാവർക്കും ഒരു ക്ഷീണം സാധാരണ ഉണ്ടാവുന്നതാണ്. ഈ ബ്ലഡ് ഷുഗറിന്റെ ഏറ്റക്കുറച്ചിലാകാം അതിനൊരു കാരണം. പക്ഷെ അതല്ലാതെ ഈ ക്ഷീണം നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ വേറെ മാർഗങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് ചെറിയ സ്മോൾ ക്വാണ്ടിറ്റീസിൽ മീൽസ് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം തന്നെ ബേസിക്കലി. നമുക്ക് ഒരു നൈറ്റിലൊരു സർട്ടൺ ടൈം വരെ അപ്പോൾ 6 മണി തുടങ്ങിയിട്ട് ഒരു 2-3 മീലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കണം തന്നെയാണ് ഏറ്റവും ഫേവറബിൾ. പിന്നെ നമ്മൾ രാവിലെ കഴിക്കണ അത്താഴം നമ്മൾ ക്ഷീണം ഭയങ്കര ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒത്തിരി ക്ഷീണം വരാതിരിക്കണം. നമ്മൾ ഈ ഒത്തിരി ഭയങ്കര ഹൈ ഷുഗേഴ്സൊക്കെ രാവിലെ കഴിക്കുമ്പോഴാണ് ചിലർക്ക് നല്ല ഷുഗർ നന്നായി കയറി അതേപോലെ തന്നെ ഡ്രോപ്പ് ആയാൽ പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ക്ഷീണം തോന്നും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ജ്യൂസ്, ഈ ഭയങ്കര ഹൈ കാർബ്സ് ആയിട്ടുള്ള പറഞ്ഞ പോലെ ബ്രെഡ്, ബണ്ണ്, റസ്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ബാക്കി ഹൈഡ്രേഷൻ, സ്ലീപ്പ് അതൊക്കെ വളരെ അതിന്റെ കൂടെ തന്നെ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകണം. അങ്ങനെ വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഇനി ചോദിക്കാനുള്ളത് ചിലരുടെ സംശയമാണ് വ്യായാമം സാധാരണ ഡോക്ടേഴ്സ് വ്യായാമം അഡ്വൈസ് ചെയ്യുന്നവരാണ്. പക്ഷെ ഈ ഒരു സമയത്ത് വ്യായാമം അഡ്വൈസ്ഡ് ആണോ, അതോ ചെയ്യുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, എപ്പോഴായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും അതിനെ പറ്റി? ഹെവി എക്സസൈസ് അഡ്വൈസബിൾ അല്ല, പ്രത്യേകിച്ച് ടുവാർഡ്സ് ഈവനിങ്. ലൈറ്റ് എക്സസൈസ് നല്ലതാണ്. പിന്നെ ഈ രാത്രി നമസ്കാരം, ഈ പ്രേയേഴ്സ് ഉണ്ട്, അത് ആക്ച്വലി ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഗുഡ് എക്സസൈസ് ഡ്യൂറിങ് ദ ഫാസ്റ്റിംഗ് സീസൺ. ഇനി നമുക്ക് ട്രാൻസിഷൻ, അതായത് റമദാൻ കഴിഞ്ഞു തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതശൈലികളെല്ലാം മാറുകയാണല്ലോ. നമ്മുടെ ആഹാര രീതിയും എല്ലാം തകിടം മറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ ഫേസ്, എന്തൊക്കെയാണ് ആളുകളത് എങ്ങനെയാണത് നേരിടേണ്ടത്? യൂഷ്വലി നമ്മൾ നോമ്പിൻ്റെ സമയത്ത് മെഡിസിൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും മിക്ക മെഡിസിൻസ് നമ്മൾ യൂഷ്വലി ഉള്ളതിൻ്റെ ഒരു നോമ്പിന് മുന്നേ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 60-80% ഇൻസുലിൻ്റെ ഡോസും കുറച്ചിട്ടായിട്ടും പിന്നെ ടാബ്ലറ്റ്സിൻ്റെ എണ്ണവും ഡോസേജൊക്കെ കുറച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അത് തിരിച്ച് നമ്മൾ നോമ്പ് കഴിയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോമ്പിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതേ ആ റെജിമെൻറ്റിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത് ചിലവർക്ക് മറന്നു വിട്ടുപോകാം. അങ്ങനെ മുമ്പ് എടുത്തിരുന്നതിൻ്റെ തിരിച്ചു വരാതെ അതേ മെഡിസിൻസ് ആയിട്ട് കഴിഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഷുഗർ എല്ലാം കൂടിയിട്ട് വരും. അപ്പോൾ പഴയ റെജിമെൻറ്റിലേക്ക് എന്തായിരുന്നു നോമ്പിന് മുമ്പ് എന്ത് റെജിമെനായിട്ടോ സേഫായിട്ട് നമ്മൾ ഷുഗർ ഡൗൺ ആവാതെ നമ്മൾ മെഡിസിൻസ് പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു, അതേ റെജിമെൻറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കൺസൾട്ടന്റ് ഡോക്ടറിനെ കാണുക, എന്നിട്ട് തിരിച്ചു മരുന്നുകളുടെ കാര്യത്തിലൊരു എസ്പെഷ്യലി നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ നോമ്പ് എടുക്കാൻ നമ്മൾ ക്ലോസ് സൂപ്പർവിഷൻ നമ്മൾ നോക്കുന്നു പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയായിരുന്നു ഡിഫിക്കൽട്ടീസ് മുമ്പ് ഉണ്ടായിരുന്നുള്ളതൊന്ന് പിന്നെ ഒന്നും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കും. ഇപ്പോൾ കിഡ്നി പേഷ്യൻസിനും അല്ലെങ്കിൽ ക്രിയാറ്റിൻ മോണിറ്റർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ നോമ്പ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പത്തെ ഇമ്മീഡിയറ്റ്ലി ഒന്ന് ഒരു റിവ്യൂ നല്ലതായിരിക്കും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടുപേരോടും കൂടിയുള്ള ചോദ്യമാണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഈ ഒരു നോമ്പ് കാലത്തും നോമ്പിന് ശേഷവും പേഷ്യൻസ് OPD വരുമ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഇവർ വരുത്തുന്ന മിസ്റ്റേക്സ് അതെന്തൊക്കെയാണ് സർ? എന്തൊക്കെയാണ്? പലപ്പോഴും ഒരു സംഗതി, ഒരു ഗ്രൂപ്പ് പേഷ്യൻസ് മെഡിസിൻസ് അങ്ങനെ തന്നെ അങ്ങ് കഴിക്കും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അത് പ്രത്യേകിച്ച് സഫൻലിയൂറിയ ഗ്രൂപ്പിലുള്ള ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഉണ്ട്, അതങ്ങനെ തന്നെ കഴിച്ചിട്ട് ഷുഗർ ഹൈപ്പോഗ്ലൈസിമി അത് വരും. വേറൊരു ഗ്രൂപ്പ് പേഷ്യൻസ് കംപ്ലീറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്ത് ഭയങ്കര സിവിയർ ഹൈപ്പർഗ്ലൈസിമി ആയിട്ട് വരും. പ്രൈമർലി ഡ്രഗ്സിന് പ്രയർ ഡോക്ടറെ കണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്വൈസ് തേടിയില്ല എന്നുള്ളതാണ് അതിലുള്ള പ്രോബ്ലം. അങ്ങനെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് സേഫായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതി വളരെ മോശമായിട്ട് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ പോകും.
പിന്നെ വേറൊരു സംഗതി ഞാൻ എപ്പോഴും പറയാൻ വിചാരിക്കും, ഞങ്ങൾ 4-5 വർഷം മുമ്പ് ഒരു നോമ്പ് കഴിഞ്ഞ സമയത്ത് ഒരു 300 പേരുടെ നോമ്പ് എടുക്കാൻ ശ്രമിച്ച 300 പേരുടെ ഡാറ്റ കളക്ട് ചെയ്തു. എന്നിട്ട് നോക്കി ഇവര് എന്തൊക്കെയാ മെഡിസിൻസ്, അവരുടെ എന്തൊക്കെയാ കോംപ്ലിക്കേഷൻ, എത്ര കാലത്തെ ഡയബറ്റീസ് ആണ്, അവിടെ HbA1c നോമ്പിന് മുമ്പ് എത്രയായിരുന്നു, എന്നിട്ട് ഇതിൽ എത്ര പേര് ഒരു കുഴപ്പമില്ലാതെ നോമ്പ് എടുത്തു, എത്ര പേർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്നിട്ട് ഇവരെ രണ്ട് ഗ്രൂപ്പിനെയും കമ്പയർ ചെയ്തു. ഞങ്ങൾ ചെയ്തൊരു സംഗതി. അപ്പോൾ കണ്ട സംഗതി വെച്ചാൽ ഇൻസുലിൻ എടുക്കുന്നവര്, ഈ ബാഡ് ഡയബറ്റീസ് കൺട്രോൾ ഉള്ളവര്, ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഹൈപ്പോഗ്ലൈസിമിയ വന്നവർ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് ഞങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ പ്രീ റമദാൻ HbA1c അത് എത്ര നല്ലതായിരുന്നോ അവർ സേഫായിട്ട് നോക്കും. അപ്പോൾ ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഷുഗേഴ്സ് നല്ല കൺട്രോൾ ആയിരുന്നെങ്കിൽ അവർക്ക് സേഫായിട്ട് ഹൈപ്പോഗ്ലൈസിമിയ ഇല്ലാതെ നോമ്പെടുക്കാൻ പറ്റി. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വെൽ മോട്ടിവേറ്റഡ് ആണ് ടു കൺട്രോൾ യുവർ ഷുഗേഴ്സ്. അങ്ങനെയാണെങ്കിൽ ആ മോട്ടിവേഷൻ നോമ്പിലും ഉണ്ടാവും. അതാണ് സാർ പറഞ്ഞു 3 മാസം മുൻപെങ്കിലും ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഡയബറ്റീസ് നല്ല കൺട്രോൾഡ് ആണെങ്കിൽ അത് നമ്മുടെ ജനറൽ മോട്ടിവേഷൻ ആണ് ടുവാർഡ്സ് ഹെൽത്ത് അത് കാണിക്കുന്നത്. അപ്പോൾ അത് നോമ്പിലും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 12-10 എന്നൊക്കെ പറഞ്ഞ HbA1c ഇരിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും നോമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. 1-2 കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരും. ഓൾറെഡി ഹൈ ഷുഗേഴ്സ് ആയിട്ടുള്ളതിന്റെ ക്ഷീണം തന്നെ ഉണ്ടാവും. ഭയങ്കര ക്ഷീണമുണ്ടാവും അതിൻ്റെ ആവുന്നതിന് മുന്നേ. അതെ, ഹൈ ഷുഗേഴ്സ് എപ്പോഴും ആൾക്കാർ വിചാരിക്കും ഇത് നോമ്പിനങ്ങ് കുറഞ്ഞോളുമല്ലോ. പക്ഷെ ഹൈ HbA1c ആണെങ്കിൽ നോമ്പിന് മോശമാവുക ചെയ്യാം, ടയേർഡായി അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ. ഇനി ഒരു വേറൊരു തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, നമുക്ക് നോമ്പിനെ സമയത്ത് നമുക്ക് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ്. അത് അങ്ങനെയല്ല, നമുക്ക് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണത് എത്ര നല്ലതാണ്. ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്ത് നമ്മൾ ബ്ലഡ് വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയാൻ അങ്ങനെ തോന്നില്ല. എന്താണ് സാർ ഒരു ടേക്ക് ഹോം മെസ്സേജ് പോലെ ആളുകളോട് പറയാനുള്ളത് എന്താണ്? ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഡയബറ്റീസ് ഒരേ ഒറ്റ ഡിസീസ് അല്ല. ആക്ച്വലി പലർക്കും പല സിവിരിറ്റിയാണ് ഡയബറ്റീസ് ഉള്ളത്. അപ്പോൾ ഹൈ റിസ്ക്, വെരി ഹൈ റിസ്ക് കാറ്റഗറി ഉണ്ട് ഡയബറ്റീസിൽ. അത് ഈ സിവിയർ ഹൈപ്പോഗ്ലൈസിമിയ ഉള്ളവർ, ഒട്ടും ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാത്തവർ, അത് HbA1c 10ന്റെ മേലെ മൾട്ടിപ്പിൾ ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നവർ, പ്രഗ്നൻസി ഡയബറ്റീസ് ഉള്ളവർ, ഇവരൊക്കെ ഹൈ റിസ്കോ വെരി ഹൈ റിസ്കോ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ നോമ്പ് എടുക്കേണ്ടതില്ല. അതേസമയം മറ്റേ സൈഡിൽ വെരി ലോ റിസ്ക് പേഷ്യൻസ് ഉണ്ട്. അതായത് ഈ അടുത്ത് ഡയബറ്റീസ് വന്നതാണ്, ടൈപ്പ് 2 ആണ്. ഈ മെറ്റ്ഫോമിൻ, ഗ്ലിപ്റ്റിൻ അങ്ങനത്തെ ചില പ്രത്യേക മെഡിസിൻസ് ഉണ്ട് ഹൈപ്പോഗ്ലൈസിമിയ ഒന്നും ഇല്ലാത്ത. അതിലൊക്കെ നല്ല കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് 100% അവർക്ക് നോമ്പ് എടുക്കാം, അവർ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ ട്രീറ്റിംഗ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ റിസ്ക് എങ്ങനെയാണെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യട്ടെ വിചാരിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. സാറിന് എന്താണ് സർ ടേക്ക് ഹോം മെസ്സേജ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇൻ അഡ്വാൻസ് ഒരു 1 or 2 months മുന്നേ നമ്മൾ HbA1c നോക്കാം. കൺട്രോൾ അല്ലെങ്കിൽ നമ്മളൊരു നെക്സ്റ്റ് 1 month or 6 weeks നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം നോമ്പിൻ്റെ മുന്നേ. എന്നിട്ട് നോമ്പ് നോക്കുന്നതാണ് ഏറ്റവും സേഫായിട്ട് നോമ്പ് നോക്കുക. ലോ ഷുഗറും വേറെ റിസ്ക് ഒന്നും കൂടാതെ, ഹെൽത്തിന് റിസ്ക്കും ഇല്ലാതെ നമ്മൾ നോമ്പ് നോക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ്. ഇതോടെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി. തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യപ്രദവുമായ റമദാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.